പ്രതികാരദാഹത്തോടെ അന്ന് കൊന്നു തള്ളിയ മനുഷ്യ ശിരസ്സുകൾ വെച്ച് ജംഗിസ് ഖാനെ അനുകരിച്ച് തിമൂർ പിരമിഡുകൾ തീർത്തു. 1500 തലകൾ വീതമുള്ള 28 പിരമിഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 1,00,000-നും 2,00,000-നും ഇടയിൽ കൊന്നു തള്ളിയ ഈ മനുഷ്യക്കുരുതികൾക്കിടയിൽ പക്ഷേ വിദ്യാഭ്യാസമുള്ളവരെയും കലാകാരന്മാരെയും ഒക്കെ ഒഴിവാക്കിയിരുന്നു. പേർഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്ന അർമേനിയ, ജോർജിയ, സിറിയയിലെ അലപ്പോ, ദമാസ്കസ്, ബാഗ്ദാദ് ഇവയെല്ലാം കീഴടക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യക്കുരുതികളും ഒട്ടേറെ അരങ്ങേറി. ബാഗ്ദാദിൽ മാത്രം ഏകദേശം 20,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനായി തിമൂറിന്റെ ശക്തമായ നിയമവും ഉണ്ടായിരുന്നു. ഓരോ സൈനികനും നിർബന്ധമായി 2 തലകളെങ്കിലും തെളിവായി സമർപ്പിക്കണമായിരുന്നു. ഈ ഉത്തരവ് പാലിക്കുന്നതിന് വേണ്ടി ചില സൈനികരൊക്കെ മുമ്പ് തടവിലാക്കപ്പെട്ട തടവുകാരെ വധിച്ചുവരെ തലകൾ ഹാജരാക്കിയിരുന്നു. ചിലരൊക്കെ സ്വന്തം ഭാര്യമാരെ പോലും വധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന ഡേവിഡ് നിക്കോളാസിന്റെ ദി മംഗോളിയൻ വാർലോഡ്സ് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ തിമൂറിന്റെ സൈന്യത്തെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്: അവർ മുഴുവൻ ഗ്രാമങ്ങളെയും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന വെട്ടുക്കിളികളും ഉറുമ്പുകളുമാണ് എന്ന്. പിന്നീട് 1398-ലാണ് തിമൂർ എന്ന ചെകുത്താന്റെ കണ്ണ് ഡൽഹിക്ക് മേൽ പതിയുന്നത്. 1320 മുതൽ തുഗ്ലക് രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന ഡൽഹി സുൽത്താനേറ്റ് 1398 ആയപ്പോഴേക്കും തികച്ചും അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഈ അവസരം മുതലാക്കി തിമൂർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആക്രമിക്കാനായി ഇറങ്ങി പുറപ്പെടുന്നു. അന്നത്തെ സുൽത്താനായിരുന്ന മുഹമ്മദ് ഷാ തുഗ്ലക്കിനെ പരാജയപ്പെടുത്തുവാനായി 90,000 പേരടങ്ങുന്ന സൈന്യവുമായി സിന്ധു നദിയും കടന്ന് കൊലവിളിയുമായി തിമൂർ ഇന്ത്യയിലെത്തുന്നു. ആദ്യം തുമ്പാലയിലെത്തി അവിടെ കൊള്ളയും കൊലവിളിയുമായി തിമൂർ ആറാടി തിമിർക്കുന്നു. അങ്ങനെ വെട്ടിപ്പിടിച്ച് മുന്നേറുമ്പോൾ ഒരു പഞ്ചാബി മുസ്ലിം ഭരണാധികാരിയായിരുന്ന മാലിക് ജസ്രത്ത് 2,000-ഓളം പടയാളികളും ആയി ചേർന്ന് തിമൂറിനെ എതിർക്കുവാനായിട്ട് ശ്രമിക്കുന്നു. തുമ്പാലയ്ക്കും ദിപാൽപൂരിനും ഇടയിൽ സത്ലജ് നദീതീരത്ത് ഉണ്ടായ ആ ഏറ്റുമുട്ടലിൽ പക്ഷേ ജസ്രത്ത് പരാജയപ്പെട്ടു, തടവുകാരനാക്കപ്പെടുന്നു. പിന്നീട് രജപുത്ര മേധാവി റായ് ദുൽചന്ദ് ഭരിച്ചിരുന്ന ഫട്നഗർ കോട്ടയും തിമൂർ പിടിച്ചെടുത്തു.